ശിവനോട് പോയി ആര് പോന്നിക്കരുത്. അയാളാണ് ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നോട്ടെ. ബുദ്ധിക്കൊരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പഠിച്ചുകൊണ്ടിരുന്നത്? ഇത് ഏത് ഭാഷ? എന്താ ഇത്? വെൽക്കം. വെൽക്കോ? ഇത് വെൽക്കോ ആണ്. ഓഹോ, അങ്ങനെ വായിക്കാമോ? നിങ്ങളൊക്കെ ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ? ഇങ്ങനെയുള്ളവരുടെ ശല്യം കൊണ്ടാ ചിലരൊക്കെ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി വെക്കുന്നത്. എന്ത് പണിക്ക് വന്നവരായിക്കോട്ടെ, പന്തൽ പണിക്ക് വന്നവരായാലും ശരി, പട്ടി പഠിക്കാൻ വന്നവരായാലും ശരി, ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യും. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. എന്നല്ലേ പ്രമാണം വലിപ്പ? എന്നാ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടാ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? എന്താ രാമൻകുട്ടി, നിന്റെ അച്ചുവേട്ടനെ പണിക്കാരെ ഇതുവരെ കണ്ടില്ലല്ലോ. അച്ചുവേട്ടൻ എന്നെ അവരെ ലേറ്റ് ആയ ചരിത്രമുണ്ടായിട്ടുണ്ടോ? നമ്പി സാർ ടെൻഷൻ ആവാതിരിക്കെ അവര് കൃത്യസമയത്ത് തന്നെ വിളിച്ചു. മോളറിയില്ലേ രാമൻകുട്ടി, ഇവരെ വെറും പാചകക്കാരായിട്ട് കാണരുത്. തെക്കേടത്തുകാരെന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടുകാരാ. ഇവർക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. കുട്ടികളോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? ഇവിടെ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ അങ്ങോട്ട് ചെയ്തോളാം. സാറിന്റെ കാര്യങ്ങൾ നോക്കും. അല്ല, ബാങ്കിലൊക്കെ സ്ഥാപനങ്ങൾ എടുത്തോ. നാളെ ഞായറാഴ്ച. ഞാനതൊക്കെ മറന്നു. ഓർപ്പിച്ച നന്നായി. ഞാൻ എപ്പോഴാ അറിയണ്ടേ? മുത്തച്ഛനോട് ഇരുന്നോ? രാമൻകുട്ടിയോട്. പന്ത്രണ്ട് പണിയൊക്കെ തീർന്നോ? ഇത്തിരി അലങ്കോലപ്പണി മാത്രം ബാക്കിയുണ്ട്. അലങ്കോലപ്പണി? അലങ്കാരപ്പണി എന്നാണ് അവനെ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവുന്ന അതുകൊണ്ടല്ല ഞാൻ കോടതിയായിട്ട് പറഞ്ഞതാ. അച്ചു എത്തിയോ? സദ്യയൊക്കെ നമുക്ക് കേവാക്കണം കേട്ടോ. പിന്നെന്താ, അടുത്ത വീട്ടിലൊക്കെ ആ ഭാഗത്തായിക്കോട്ടെ. ശരി. മേനോനെ, എയർപോർട്ടിലേക്ക് വണ്ടി വിട്ടു. വിട്ടോ? വിട്ടില്ലല്ലേ? വിടാം. എന്താ ഈ കാണിക്കുന്നത്? വൈകി മാറി പൊങ്ങണില്ല ചേട്ടാ. വിളിച്ചു പറയണ്ട. ഒരു കേട്ടോ ഈ പണ്ടാറിനകത്ത് വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നെ പറ്റി പിന്നെ അമ്പലത്തിൽ ഒരു കയറ്റിയുണ്ടോ ചേട്ടാ? എന്നാലും വണ്ടി നിറക്കുമ്പോ എല്ലാം നോക്കിയേക്കും. മുത്തശ്ശനെ കയറ്റിയുണ്ടോ? വണ്ടി നിറങ്ങാൻ വിളി തുടങ്ങിയിട്ടുണ്ട്. ചെല്. അൻപതുക്ക് അൻപനെ അതുപട്ടെ എന്ത് തല്ലിക്കുള്ള പാട്ട്. എന്താ ടയർഡായാ? എന്നാ നീ എന്റെ പുറത്ത് കയറിക്കടാ. അപ്പൊ മുത്തശ്ശനാ? മുത്തച്ഛൻ നിന്റെ മുഖത്തിൽ ഇരിക്കുന്നത്. അതിന്റെ വയറ്റ് എനിക്ക് വരില്ലല്ലോ. നീ കയറിക്കടാ. ഒന്ന് പോയെ. എങ്ങോട്ടാ? വിക്രമത്തിന് വേതാളം കൂടെ. എടാ, നിന്നെ വേതാളെന്ന് വിളിക്കുന്നു. എന്താ ഞാൻ കൊണ്ട് അടുപ്പിൽ വെക്കട്ടോ? ഇവിടെ പ്രതിഷ്ഠിക്കൂ. പടയല്ലേ പുരാവസ്തുവ. ഒരു തൈയിരിപ്പുണ്ടല്ലോ. തൈ തൈത്തോയ കാമരിയാട്ടം. ഈ കലവറ നമുക്കൊരു മണിയറിയാക്കാം. പോയെ പോയെ. അയ്യോ, ഞാനല്ല. ഈ മുത്തച്ഛന് ആ മസാല മുത്തശ്ശന് എന്തിന്റെ കട? വയസ്സാകാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഇളക്കം? നിന്റെ മുത്തശ്ശിയോട് ഒരു മനുഷ്യനോടാ ഞാൻ ജീവിത്തുള്ളൂ. ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസില് പിടിച്ചിട്ട് തന്നെയാണ് നടക്കണത്. മസില് പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിലാരാ ചേരുവ ചേർത്തത്? ഞാനാ. അതെന്നെ. ഇങ്ങനെ വെറുതെ അല്ല, എല്ലായിടത്തും അച്ചോന്റെ കയ്യെത്രന്ന് പറഞ്ഞ. ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ലേ? കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കുന്നു. നീ ഒന്ന് രുചിച്ചു നോക്കിയിട്ട് കാര്യം പറ. സിഗരറ്റും പീടിയും വലിച്ചിട്ട് എന്റെ നാവിന് രുചി പോയി കിടക്കുക. ആഹാ, അച്ചോട്ടെ പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശുണ്ടാ? കൂടുതൽ ഇളക്കല്ലേ? ഇളക്കുണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. താരങ്ങളെ പോണേ. അപ്പൊ എന്തിനാ ഇളക്കല്ലേ എന്ന് പറയണ്ടേ? ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാ. എന്നാ പിന്നെ അത് പറ. കേട്ടില്ല പന്നി. ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും. ഞാൻ 2 കാലം അടുപ്പിച്ച് കത്തിക്കിട്ടാ. അപ്പൊ നീ പഠിക്കുമോ?
ഇവിടെ ഒരു കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നതാണ്. എന്നെ കൂടാതെ അച്ഛനൊരു അനിയനുണ്ട് എന്ന് വെച്ചാൽ എന്റെ ഏട്ടൻ ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞ നടുക്കഷ്ടം. ഡോക്ടർ ശാന്തി ഹോസ്പിറ്റലിൽ ഡോക്ടർ ശിവദാസ് വേറെ MBBS അല്ലാട്ടാ, MD. ആ ശിവേട്ടിന് വേണ്ടി ഈ തമ്പി സാറിന് മകളുടെ അധികം ക്ഷമ ചേച്ചി ആലോചിക്കാൻ വന്നാൽ ഞങ്ങള്. കളിയാനല്ലേ? അതെ, ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. വരിക. നോക്കിക്കോളൂ. 2:30 മണിയായി. പോയിക്കോളൂ. സന്തോഷമായി. അതല്ല, ഒരു കല്യാണത്തിന് പൊരുത്തം നോക്കി മുഹൂർത്തം മുറിക്കാൻ വന്നേ. അല്ല, പൊരുത്തം നോക്കി മുഹൂർത്തം കുറിക്കാൻ വന്നാ. ഇതിനൊക്കെ പകല് വന്നുകൂടെ? സന്ധ്യ കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാൻ പാടില്ല. ചെറുക്കനെ മിഡ് നൈറ്റിലാ സെറ്റപ്പ് ആയത്. നാളെ 7 മോർണിംഗിൽ വെഡിങ് നടത്തണം. എല്ലാം ഷടപടേന്നായിരുന്നു. എന്താണ്? നമ്മൾ ബ്രാഹ്മണന്മാരാന്ന് വിചാരിച്ചോട്ടെ. എല്ലാം പെട്ടെന്നായിരുന്നേ. പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയാ പോരാ. മതിയായിരുന്നു, വെറുതെ മനുഷ്യന്റെ ഉറപ്പുകളാണ്. കണിയൻ സാറാണ് അങ്ങനെ പറയരുത്. വിവരങ്ങളൊക്കെ ദേ ഇത് പറയും. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. മഹാലക്ഷ്മിയുടെ മോളാ ഭാര്യ ആയിരിക്കുമല്ലേ? ജാതകങ്ങൾ തമ്മിൽ ചേർച്ചക്കുറവും. ഓ, സദാമാൻ 10-7 പൊരുത്തവും. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കുമെന്നറിയില്ല. ആ കൈ ഇങ്ങോട്ട് നീക്കിയേ, നിനക്ക് പിടിക്കുക. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഉഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ എന്നാണല്ലോ ചൊല്ല. പുതിയ പഴഞ്ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായിരുന്നു. മോനെ കുറച്ച് ചോറിട്ടെ. ഓ ചേട്ടാ, കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. തൈര് ഒഴിച്ചൊന്ന് എടോ, തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എടോ, തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറൊന്നില്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയാ. താൻ എന്താ വേഷം കെട്ടിട്ട്? എന്താ? എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചത് ചോറിട്ടെന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചേട്ടാ, കുറച്ച് ചോറ്. തൊട്ടപ്പുറത്തെ അലേനത്തിലേക്കിടാ. ഓരോരുത്തന്മാരും വയറ് വാടകയിൽ തോന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ തുപ്പിടി ചോറും കിട്ടാ. അന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ? ഇല്ലെങ്കിൽ കല്യാണം കുറിക്കാൻ. കാച്ചിക്കോ? പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. താങ്ക് യു. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട. എന്നതിന്നാക്ക് ചേരേണ